കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഫോർഡിൻ്റെ എക്കോ സ്പോർട്ടാണ്. അപ്പോൾ എക്കോ സ്പോർട്ട് വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല ഡിമാൻഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഫോർഡ് ഒന്നാമത് ഇപ്പോൾ ന്യൂ പ്രൊഡക്ഷനൊക്കെ നിർത്തി വെച്ചിരിക്കുന്ന ടൈമാണ്. അതിൻ്റെ പേരിൽ തന്നെ ഈ എക്കോ സ്പോർട്ടും അതേപോലെ നമ്മുടെ ഫിയസ്റ്റയൊക്കെയാണ് ഫോർഡിന് നമ്മൾ നിലവിൽ ഇന്ത്യയിൽ താങ്ങി നിർത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു എക്കോ സ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2017 മോഡൽ ടൈറ്റാനിയം ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതാണ് ഈ വാഹനത്തിന് ഹൈലൈറ്റ്. പിന്നെ പെട്രോൾ ഓപ്ഷൻ എന്നൊക്കെ വണ്ടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനം എന്ന് പറയുമ്പോൾ അറിയാം, ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് ഫോർഡ് എക്കോ സ്പോർട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ആ ഒരു ഫോർഡ് എന്നുള്ള ബ്രാൻഡിൻ്റെ വിശ്വസ്തതയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിന് ഹൈലൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഇന്നത്തെ കാലത്ത് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർഡ് വാഹനങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഓട്ടോമാറ്റിക് വാഹനമായാലും ബാക്കിയുള്ള ഒരു കോമ്പറ്റീഷൻ നിൽക്കുന്ന വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് താരതമ്യേന കുറവാണ്. അപ്പോൾ എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. ഇപ്പോൾ നിലവിൽ എനിക്ക് പ്രൈസ് അവൈലബിൾ അല്ല, പക്ഷേ നിങ്ങളിപ്പോൾ കാണുമ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാലും മതി. അപ്പോൾ ഈ വാഹനം ഫുള്ള് കണ്ടുവരാം. ഇന്ത്യസ് എക്സിയസ് എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കേണ്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോർഡിൻ്റെ എക്കോ സ്പോർട്ടാണ്. അപ്പോൾ എക്കോ സ്പോർട്ട് വാഹനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്ന ഫോർഡിൻ്റെ വാഹനങ്ങളിൽ ഒന്നാണ്. കാരണം വണ്ടി നിലവിൽ ഇപ്പോൾ താരതമ്യേന ബാക്കിയുള്ള ബ്രാൻഡ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോർഡിൻ്റെ വാഹനങ്ങൾക്ക് പൊതുവെ റേറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എക്കോ സ്പോർട്ട് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും ഫോർഡിൻ്റെ വണ്ടികൾക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് സുഖമായിട്ട് നമുക്ക് ഓടിച്ചു നടക്കാം. അതുകൂടാതെ തന്നെ തിരക്കേടില്ലാത്ത മൈലേജ് എന്ന് പറയാം. പെട്രോൾ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര മൈലേജ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത മൈലേജൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നതാണ്. നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂവും അതേപോലെ സൈഡ് വ്യൂവും വീലാസിൻ്റെ എയർ കണ്ടീഷനൊക്കെ നോക്കിയേക്കാം. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നമുക്കിനി വീലാസിലേക്കും എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാസിലേക്ക് വരുമ്പോൾ നല്ല ഗ്രിപ്പും ടയേഴ്സ് നമുക്ക് നോക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ബോണ്ട് നോക്കാം. ബോണ്ട് നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന ബോണ്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ നോക്കാം. ഗ്രില്ല് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റും. ലാമ്പായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും നല്ല നീറ്റായിരിക്കും. വീലാർസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ അലോയ്സും നമുക്ക് കാണാൻ പറ്റും. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. ചെറിയൊരു ഡെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ തന്നെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സൈഡ് പോർഷൻ വന്നേക്കണേ. നമുക്കിവിടെ വിൻഷീൽഡിലേക്ക് വരാം. വിൻഷീൽഡ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഡീഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ടൈറ്റാനിയം വന്നു. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ ആ ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എക്കോ സ്പോർട്ടിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ടൈറ്റാനിയത്തിൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് തേർഡ് റോ ഒക്കെ നോക്കിയേക്കാം. തേർഡ് റോ അല്ല, ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളും നോക്കിയേക്കാം. ബൂട്ടിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ എഡ്ജസ് നോക്കാം. എഡ്ജസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഡോറൊക്കെ നോക്കാം. ഡോറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടക്കാം. ഇവിടെയും സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് വരുന്നുണ്ട്. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. ഇവിടെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ORM കൺട്രോൾ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ 38,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇവിടെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ടച്ച് സ്ക്രീനാണ് വന്നേക്കണേ. ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. താഴെ നമുക്കിവിടെ നമ്മുടെ എന്താ പറയുക എയർ ഫ്ലോയും അതേപോലെ തന്നെ AC ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് വന്നേക്കണേ. പിന്നെ സീറ്റ്സൊക്കെ എക്സ്ട്രാ കവേഴ്സൊക്കെ അടിയിട്ട് ഭംഗിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. രണ്ട് സൈഡിൽ എയർ ബാഗ് സപ്പോർട്ടുണ്ട്. ഇവിടെ സെക്കൻഡിലൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെയാണ് കാണാനുള്ളത്. നമുക്ക് വണ്ടിയുടെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെ എന്താണ് അവസ്ഥ നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് ഡോർ പാഡ്സൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും ജസ്റ്റ് നോക്കിക്കാം. ഞാൻ ജസ്റ്റ് ലിഡ് നപ്പ് ചെയ്യണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. വളരെ നീറ്റായിട്ടിരിക്കുന്ന എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, ലീക്കേജ് കാര്യങ്ങളും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ബാറ്ററിയിലേക്ക് പോകാം. ബാറ്ററി ആയാലും പവർഫുൾ ബാറ്ററിയാണ്. എഡ്ജസ് നോക്കാം. എഡ്ജസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും പേസ്റ്റ് നോക്കാം. പേസ്റ്റ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു.
അതേപോലെ എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റ് അടിക്കുന്ന എൻജിൻ ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇനി റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈറ്റാനിയം എഡിഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ 2017 ഇതിൻ്റെ മോഡൽ വന്നിരിക്കണം. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു സംഭവം ഫോർഡിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എക്കോസ്പോർട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് ചവിട്ടി പിടിച്ച് പോകാൻ പറ്റുന്ന വണ്ടി കൂടിയാണ് എക്കോസ്പോർട്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ റേറ്റ് ഇപ്പോൾ നിലവിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അവൈലബിൾ അല്ല. അതിൻ്റെ പേര് കാരണം വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വോയിസോ ടെക്സ്റ്റോ ചെയ്യാം. ഞാൻ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി കാറിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.